തന്റെ പുത്രിയായ പാഞ്ചാലിയെ പാണ്ഡവന്മാർ 5 പേർക്കും കൂടി വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ തടസ്സവാദങ്ങൾ പാഞ്ചാലരാജൻ ഉന്നയിച്ചുകൊണ്ട് നിൽക്കെ അവിടെ വ്യാസഭഗവാൻ പ്രത്യക്ഷനായി പറഞ്ഞു, അല്ലയോ പാഞ്ചാലരാജൻ, യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ധർമ്മവിരുദ്ധമല്ല. പാഞ്ചാലരാജന്റെയും ദൃഷ്ടദ്യുമ്നന്റെയും സംശയ നിവാരണത്തിനായി വ്യാസമഹർഷി പാഞ്ചാലിയുടെയും പാണ്ഡവന്മാരുടെയും പൂർവജന്മ കഥ പറഞ്ഞു തുടങ്ങി. അങ്ങയുടെ പുത്രിയായ ദ്രൗപദി പൂർവജന്മത്തിൽ മുൻകോപിയും വൃദ്ധനും കുഷ്ഠരോഗിയുമായ മൗൽഗല്യൻ എന്ന മഹർഷിയുടെ പതിവ്രതയായ പത്നിയാണ്. അന്ന് ഇവളുടെ പേര് നളായിണി എന്നായിരുന്നു. ഒരു ദിവസം മൗൽഗല്യ മഹർഷി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഷ്ഠരോഗം മൂർധന്യാവസ്ഥയിലെത്തിയ മഹർഷിയുടെ പെരുവിരൽ ഭക്ഷണത്തിൽ അറ്റുവീണു. ഭക്തിപൂർവം ആ വിരൽ എടുത്തു മാറ്റിവെച്ച് ഭർത്താവിന്റെ ഉച്ഛിഷ്ടം യാതൊരു മടിയും കൂടാതെ ഭക്ഷിച്ച പതിവ്രതയാണ് നളായണി. അവളുടെ പാതിവ്രത്യത്തിൽ സന്തുഷ്ടനായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ വരും ജന്മത്തിൽ പതിവ്രതയായ നളായണിക്ക് വീരന്മാരായ 5 ഭർത്താക്കന്മാരുണ്ടാകുമെന്ന വരം കൊടുത്തു. ശ്രീ പരമേശ്വരൻ നൽകിയ വരം ഒരിക്കലും ധർമ്മവിരുദ്ധമാവില്ലല്ലോ. പഞ്ചപാണ്ഡവന്മാരെ വിവാഹം ചെയ്യുക വഴി അവൾ ആ വരം പ്രാപിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന പാണ്ഡവന്മാർ ശ്രീ പരമേശ്വരന്റെ അപ്രിയം കൊണ്ട് മനുഷ്യജന്മമെടുത്ത 5 ദേവന്മാരാണ്. വ്യാസമുനിയിൽ നിന്ന് പാഞ്ചാലിയുടെയും പാണ്ഡവരുടെയും പൂർവജന്മ കഥകൾ കേട്ട ദ്രുപദനും പുത്രനായ ദൃഷ്ടദ്യുമ്നനും സംശയമെല്ലാം തീർന്നു. പാണ്ഡവ പുരോഹിതനായ ധൗമ്യനെ വരുത്തി മുഹൂർത്തം കുറിച്ച് ആഡംബരപൂർവം ദ്രൗപദിയെ പാണ്ഡവന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ധാരാളം സമ്പത്തും പാഞ്ചാലരാജൻ സ്ത്രീധനമായി പാണ്ഡവർക്ക് നൽകി.